ഹായ്, നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിക്ക് നിരക്കാത്തതായിട്ട് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ മറ്റൊരാളുടെ ശത്രുതയെ കാര്യമാക്കി എടുക്കേണ്ടതില്ല. സ്വന്തം മനസ്സാക്ഷിയെ വഞ്ചിക്കാതിരുന്നാൽ മാത്രം മതിയാകും. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കണം എന്നില്ല. നിരന്തരം നിങ്ങളോട് പരാതി പറയുന്നവരാണ് അവരെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് ഒരിക്കലെങ്കിലും ഒന്നറിയാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അത് നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിച്ചു കൊടുക്കണം. ഇനി മാക്സിമം പരിഹരിച്ചിട്ടും പരാതി തീരുന്നില്ലെങ്കിൽ, പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് വിട്ടുകളയണം. പിന്നീട് അതിനെ മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കണം, ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന്. അതെ എന്നാണ് മറുപടിയെങ്കിൽ ആ വഴിക്ക് തന്നെ പോവുക. അല്ല എന്നാണ് മറുപടിയെങ്കിൽ നിങ്ങൾ മാറി ചിന്തിച്ചേ മതിയാകൂ. തൻ്റെ പ്രവൃത്തിയും ചിന്തയും അവരോടുള്ള മനോഭാവവും എല്ലാം മാറ്റിയെടുക്കണം. ചിലർ പരാതിയും പരിഭവങ്ങളും ന്യായീകരണങ്ങളുമെല്ലാം പറഞ്ഞ് മടുത്തവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് പിന്നീട് സംഭവിക്കുന്നത് എല്ലാം സ്വയം ഏറ്റെടുക്കലാണ്. എന്ത് തെറ്റാണേലും കുറ്റമാണേലും അത് ഏറ്റെടുത്ത്, ശരി, എൻ്റെ ഭാഗത്താണ് തെറ്റ്, ഞാനാണ് കാരണം, ഞാനാണ് കുറ്റക്കാരൻ എന്ന രീതിയിലായിരിക്കും ഇത്തരക്കാർ സ്വയം ഉൾവലിയുന്നത്. നമുക്ക് നമ്മളെ ഉള്ളൂ എന്നും നമ്മളെ മനസ്സിലാക്കാൻ മറ്റാരും ഇല്ല എന്നും അതിന് മറ്റാർക്കും കഴിയില്ല എന്നും ഇവർ തിരിച്ചറിയുന്നു. കാലം കുറച്ച് കഴിയുന്നതോടെ ഇവർ പൂർണ്ണമായും സ്വന്തത്തിലേക്ക് ചുരുങ്ങി മറ്റൊരാളെ സ്നേഹിക്കാനോ സ്നേഹം അനുഭവിക്കാനോ പറ്റാത്തവരായി മാറുന്നു. ഇത്തരക്കാർ ഒരു അഭിനയ ജീവിതമായിരിക്കും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് പിന്നെ സ്വന്തം മനസാക്ഷിയെന്നോ മറ്റുള്ളവരുടെ മനസാക്ഷിയെന്നോ ഒന്നൊന്നും ഉണ്ടാവില്ല. അവർ ജീവിക്കുന്നു, അത്രയേ ഉണ്ടാവൂ. ഇവരെ മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ല. ഇവരുടെ അടുത്ത നീക്കം എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒരാൾക്കും ഊഹിക്കാൻ പറ്റില്ല. അവർക്കും അതറിയാനാവില്ല. എന്താണോ അപ്പോൾ തോന്നുന്നത് അതപ്പോൾ ചെയ്യുക എന്നതായിരിക്കും ഇവരുടെ ഒരു രീതി. ചുരുക്കി പറഞ്ഞാൽ ഒരു ജീവനുള്ള മൃതശരീരം പോലെ, സ്വന്തം ഇഷ്ടങ്ങളും സ്നേഹങ്ങളും ആഗ്രഹങ്ങളും ഇല്ലാതെ ആർക്കോ എന്തിനോ വേണ്ടി ജീവിച്ചു തീർക്കുന്ന ജന്മങ്ങൾ. ഇവിടെ നഷ്ടപ്പെടാനൊന്നുമില്ല, നഷ്ടപ്പെടുമോ എന്ന ഭയവുമില്ല. കാരണം ശാരീരികമായി അകലുന്നതിന് മുമ്പ് തന്നെ ഇവർ മാനസികമായി അകന്നു തുടങ്ങിയവരായിരുന്നു. താഴ്ന്നു കൊടുത്ത് അങ്ങേ അറ്റത്ത് എത്തുന്നത് വരെ താഴ്ന്നിട്ടുണ്ടാകും. എന്നിട്ടും മാറ്റങ്ങളൊന്നും കാണാതിരിക്കുമ്പോഴാണ് ഒരു പിന്തിരിഞ്ഞ് നടപ്പ് തുടങ്ങുന്നത്. ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിഞ്ഞു നോട്ടം പ്രതീക്ഷിക്കുകയും വേണ്ട. ആരൊക്കെയോ ആയിരുന്നു എന്ന തോന്നലിൽ നിന്നും ആരുമല്ല എന്ന സത്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഈ അവസ്ഥയിൽ എത്തിച്ചവരോട് ഇനി അവർക്ക് നന്ദി പറയാൻ മാത്രമേ ബാക്കിയുള്ളൂ. ബൈ. മോട്ടിവേഷൻ മലയാളം.